ഈശോയുടെ ശരീരം കാൽവരിയാകുന്ന വറചട്ടിയിൽ ചുട്ടെടുത്ത് അപ്പമാക്കിയത് ഈ ബലഹീനമായ ശരീരത്തിന് ബലം നൽകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ ശരീരത്തെ ഈ ശരീരത്തിലേക്ക് ഒരു ആത്മീയ ക്രാഫ്റ്റിംഗ് നടത്തുമ്പോൾ ആ ശരീരം വിശുദ്ധമാണ്, പുണ്യമാണ്, അതിവിശുദ്ധമാണ്. അതുകൊണ്ട് ആ ശരീരത്തെ ഈ ശരീരത്തിലേക്ക് ഒരു ആത്മീയ ക്രാഫ്റ്റിംഗ് നടത്തുമ്പോൾ ഈ ശരീരം കൂടെ ശുദ്ധിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് പ്രിയമുള്ളവരെ, കുംഭസാരം എന്ന കൂദാശയിലൂടെ ശുദ്ധി ചെയ്യപ്പെട്ട് ആ ദിവ്യകാരുണ്യത്തെ ഈ ശരീരത്തോട് ചേർത്ത് വയ്ക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ ഈ ശരീരം ബലഹീനതയിൽ നിന്ന് പ്രബലമായിട്ട് വരിക. അങ്ങനെ പ്രബലമായ ആത്മാവ് പ്രബലമായ ഈ ശരീരത്തിൽ അന്തസ്സോടുകൂടെ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ അന്തസ്സോടുകൂടെ ഇവൻ ഈ ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധനയുടെ സമയമാണ് ഈ നോമ്പ് കാലഘട്ടം.